Hello guys, welcome back to my video Master Alexander Vlogs. അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പല ഷോർട്ട് വേർഡ്സിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും പല ഷോർട്ട് വേർഡ്സും പറയാറുണ്ട്. അതിൻ്റെയൊക്കെ ഫുൾ ഫോം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ഫുൾ ഫോം നമ്മൾ അറിയാണ്ടാണ് അനാവശ്യത്തിന് പോയി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൊരു വേർഡാണ് ഓക്കെ. അപ്പോൾ ഈ ഓക്കെയുടെ ഫുൾ ഫോം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ചില ഷോർട്ട് വേർഡ്സിൻ്റെ മീനിങ്സ്, അതായത് ഫുൾ ഫോംസ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് ഓക്കെ. സ്റ്റാർട്ടിങ് വിത്ത് ഓക്കെ. എന്താണ് ഈ ഓക്കെ? അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ഓക്കെയുടെ ഫുൾ ഫോം ആണ് ഒബ്ജെക്ഷൻ കിൽഡ്. സെക്കൻഡ്, വൈഫൈ. അതില്ലാത്ത ലോകമൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പക്ഷെ അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ഫുൾ ഫോം ആണ് വയർലെസ് ഫെഡിലിറ്റി. അപ്പോൾ നമ്മളെല്ലാവരും ഈ ATM നിന്നൊക്കെ പോയി കാശ് എടുക്കാറുണ്ട്. എന്താണ് ഈ ATM? അതിന്റെ ഫുൾ ഫോം ആണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഗൈസ്, തേർഡ്, അപ്പോൾ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഇല്ലാത്ത ലോകം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതിന്റെ ഫുൾ ഫോം ആണ്, എനിക്ക് അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഇതിന്റെ ഫുൾ ഫോം ഇച്ചിരി ലെങ്തിയാണ്, അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം. കോമൺ ഓപ്പറേറ്റിംഗ് മെഷീൻ particularly used for technical education and research. ശരി, നിങ്ങൾ LED എന്നിട്ടുണ്ടോ? അത് LED സ്ക്രീൻ, അപ്പോൾ LED TV, LED ലൈറ്റ്. അപ്പോൾ എന്താണ് ഈ LED? അതിന്റെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ നമ്മുടെയൊക്കെ ഈ ഫോണിൽ ഈ IMEI എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താണ് അതിന്റെ ഫുൾ ഫോം? പറഞ്ഞുതരാം. ഇന്റർനാഷണൽ മൊബൈൽ എക്വിപ്മെന്റ് ഐഡന്റിറ്റി. ദാറ്റ്സ് ഫുൾ ഫോം. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് വൈറസ്. ബയോളജിക്കൽ വൈറസ് അല്ല, നിപ്പയും കൊറോണ അതൊന്നുമല്ല, നമ്മുടെ കമ്പ്യൂട്ടർ വൈറസ് ആണ്. എനിക്കൊന്ന് നോക്കി പറയേണ്ടി വന്നു, ഇത് പറയാൻ പറ്റില്ല. Vital information resources under siege. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് LCD. നമ്മുടെ ഇപ്പൊ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ, ഔട്ട്ഡേറ്റഡ് ആണ്. പിന്നെ നമ്മൾ ഈ LED ഒക്കെ വന്നതിന് മുമ്പ്, LED TV ഒക്കെ വന്നതിന് മുമ്പ് LCD TV ആണ് യൂസ് ചെയ്തിരുന്നത്. എന്താണ് LCD? അതിന്റെ ഫുൾ ഫോം എന്താണ്? അതിന്റെ ഫുൾ ഫോം ആണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. സോറി. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലേ, അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഈറ്റ് എന്നല്ലേ. അപ്പോൾ അതിനുണ്ട് ഒരു ഫുൾ ഫോം. ഞാൻ ഭയങ്കര തീറ്റപ്രാന്തനുള്ളവന്മാർക്ക് ഇന്ന് ലേൺ ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പോൾ ഈറ്റിന്റെ ഫുൾ ഫോം ആണ് എനർജി ആൻഡ് ടേസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. അമേസിംഗ്. നിങ്ങളെല്ലാവരും HDMI എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. നിങ്ങൾ
യാഹൂ ആയിട്ടുണ്ട്. ഇതിപ്പോ എല്ലാവരും യൂസ് ചെയ്യാറില്ല യാഹൂ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോമാണ് യെറ്റ് അനദർ ഹെറിക്കൽ ഒഫീഷ്യസ് ഒറാക്കിൾ. നിങ്ങൾ GPS കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാറുള്ളതാണ് ഈ GPS എന്ന് പറഞ്ഞാൽ. അപ്പം അതിൻ്റെ ഫുൾ ഫോമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഡെല്ലിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഈ ലാപ്ടോപ്പ് സ്റ്റഫ്? അപ്പോൾ അതിൻ്റെ ഫുൾ ഫോമാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഏർലി ലാംഗ്വേജ് ലേണിംഗ്. ശരിക്കും പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ഈ GPS എന്ന് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഫുൾ ഫോമാണ് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. അപ്പോൾ നിങ്ങൾ ഈ DVD എന്ന് കേട്ടിട്ടുണ്ടോ? എൻ്റെ കാലത്തൊന്നുമില്ല, എന്നാലും പണ്ടുണ്ടായൊരു സാധനമാണ് ഈ DVD എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ കാലത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, പക്ഷെ ഏറ്റവും പഴയൊരു സാധനമാണ്. DVDയുടെ ഫുൾ ഫോമാണ് ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാൻ പോണ്. ആരും പോകില്ല കേട്ടോ. അപ്പോൾ നാളെ ഞാൻ വരെ ഇതുപോലത്തെ ഷോർട്ട് ഫോം ഇട്ട് അത് ഞാനൊന്ന് പഠിക്കട്ടെ. ആരും പോലെ ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ചവിട്ടി പൊട്ടിച്ചിട്ട് ബെൽ ബട്ടൺ അമർത്തണം. എന്നിട്ട് ലൈക്ക് ബട്ടൺ അതിൻ്റെ ബോംബിട്ടം കൂടി നശിപ്പിക്കണം. അപ്പോൾ ബൈ. Hold me close till I get up. Time is barely on our side.